BJP ഭയക്കുന്ന ഒരു പ്രശ്നം ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊന്ന് RSSൻ്റെ അസാന്നിധ്യമാണ്. അത് 2 കാര്യങ്ങളാണ്. ഇപ്പോൾ 2014-ലും 2019-ലും പ്രത്യേകിച്ച് യു പിയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓരോ വീടുകളിലും ചെന്ന് RSS പ്രവർത്തകർ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ആളുകൾ വോട്ട് ചെയ്യുന്നു. ഈ തവണ ഈ പന്ന പ്രമുഖൻ നമ്മൾ സ്ഥിരമായി പറയുന്നുണ്ടല്ലോ, അതായത് ഒരു വോട്ടർ ലിസ്റ്റ് കൈവശമുള്ള ബൂത്തിൻ്റെ ചുമതലയുള്ള BJPയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഗ്രാസ് റൂട്ട് പ്രവർത്തകരാണ് പന്ന പ്രമുഖ്. ഈ പന്ന പ്രമുഖുമാരെ കാണുന്നില്ല എന്നാണ് യു പിയിലെ വോട്ടർമാർ പറയുന്നത്. അവരെവിടെ പോയി? അവരാണ് സാധാരണ വോട്ട് ചെയ്യാതെ വീട്ടിലിരിക്കുകയാണ് വന്ന് നമ്മളെ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിക്കുന്ന ആളുകളാണ് അവരെ കാണുന്നില്ല എന്നുള്ളൊരു പരാതി യു പിയിലെ വോട്ടർമാർ തന്നെ പറയുന്നു. മറ്റൊന്ന്, RSSും BJPയും തമ്മിലുള്ള ഒരു റിഫ്റ്റ് പലരും മണക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, അടുപ്പുകൂട്ടി ചർച്ചക്കാരുടെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചർച്ച ഭാരതീയ ജനതാ പാർട്ടിയും RSSും തമ്മിൽ വലിയ പ്രശ്നമാണ് എന്നാ ഇപ്പോൾ വിളിച്ചു പറയുന്നത്. ഈ ജൂൺ 4 വരെ ഇവരൊക്കെ എന്തൊക്കെ കൊണ്ടുവരും, ഏതായാലും കാത്തിരിക്കുക, സഹിക്കുകയല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ ഇവർ ചെയ്യുന്നത്, ഇവരെ വിശ്വസിക്കുന്ന സാധാരണക്കാരെ വരെ ഇവരങ്ങ് പച്ചക്ക് വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. കാരണം RSSും BJPയും തമ്മിൽ പ്രശ്നമാണ്. ഉത്തർപ്രദേശിൽ പോളിംഗ് ബൂത്തിലേക്കൊക്കെ ആളെ എത്തിക്കുന്നത് RSS ആണ്. അത് ഈ തവണ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഇന്ത്യ മുന്നണിയെ വിശ്വസിക്കുന്ന ആളുകൾ കരുതും, ഇത്തവണ ജൂൺ 4 എന്ത് തന്നെയായാലും രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും അധികാരത്തിൽ വരുമെന്നൊക്കെ കുറേ സാധാരണക്കാരെ ഇവന്മാർ കാരണം അടിയുറച്ച് വിശ്വസിച്ച് നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരം സകല ആളുകളോടും പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ജൂൺ 4 രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അധികാരത്തിലെത്തുമെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. RSS BJP പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ ഇത് സുബോധമുള്ള ആർക്കെങ്കിലും അംഗീകരിക്കാൻ സാധിക്കുമോ? അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ വാർത്തയായിരിക്കില്ലേ? ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർ മാത്രം പ്രത്യേകമായിട്ട് ഇരുന്നിട്ട് ഫുള്ള് പ്രശ്നമാണ്, ഇവിടെ രാജ്യം നമ്മൾ തന്നെ ഭരിക്കുമെന്ന രീതിയിലാണ് അടുപ്പുകൂട്ടികളുടെയൊക്കെ ഒരു ചർച്ച മുന്നോട്ട് പോകുന്നത്. ഈ RSS BJP ഒക്കെ ബന്ധം എന്താണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് വലിയ റിസർച്ച് ഒന്നും ഇവിടെയുള്ള ഒരു സാധാരണക്കാരനും ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് ലളിതമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരാണ്? RSS അല്ലേ അദ്ദേഹത്തിന് MLA ആക്കിയത്? RSS അല്ലേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കിയത്? RSS അല്ലേ അദ്ദേഹത്തിന് MP ആക്കിയത്? RSS അല്ലേ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാക്കിയത്? RSS മുന്നോട്ട് വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വ്യക്തിയല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത്? അങ്ങനെ മുന്നോട്ട് വെച്ച് പ്രധാനമന്ത്രിയൊക്കെ ആക്കിയിട്ടുള്ള RSSും അതിന് സകലതും ചെയ്തിട്ടുള്ള BJPയും തമ്മിൽ പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ ആരാണത് അംഗീകരിക്കുക? സുബോധമുള്ള ഒരാൾ പോലും അത് അംഗീകരിക്കില്ല എന്ന് ഈ പടുവിഡ്ഢികളോട് ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഇനി എന്തിനാണ് നിങ്ങളെ വിശ്വസിക്കുന്ന ആളുകളെ വരെ നിങ്ങളിങ്ങനെ വഞ്ചിക്കുന്നത്? 2019-ലും ഇതുപോലെയുള്ള പല കാരണങ്ങളും മുന്നോട്ട് വെച്ചിട്ട് രാഹുൽ ഗാന്ധി തന്നെയാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ അതേ ടീമാ 2024-ലും യാതൊരു ഉളുപ്പുമില്ലാതെ മുന്നോട്ട് വെക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും പ്രധാനമന്ത്രിയാവുക, ഇന്ത്യ മുന്നണി തന്നെയാണ് അധികാരത്തിലെത്തുക. ഉത്തർപ്രദേശിലൊക്കെ വലിയ മുന്നേറ്റമാണ്. ആകെ ഒരു സീറ്റുള്ള കോൺഗ്രസ് എന്ത് മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ ഉത്തർപ്രദേശിലൊക്കെ? ഇതൊക്കെ സുബോധമുള്ള സാധാരണക്കാരൻ ചിന്തിക്കുന്ന വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തൊക്കെ തന്നെയാലും വരുന്ന ജൂൺ 4 വരെ RSS BJP പ്രശ്നം, ഇനിയിപ്പോൾ നാളെ അമിത്ഷാ മോദി പ്രശ്നമായിരിക്കും, അത് കഴിഞ്ഞാൽ നിർമ്മല സീതാരാമൻ മോദി പ്രശ്നമായിരിക്കും. ഇങ്ങനെ എല്ലാ കഥകളുമായിട്ട് ഇനി ജൂൺ 4 വരെ ഇത്തരം അടുപ്പുകൂട്ടികളെയൊക്കെ മലയാളികളൊക്കെ സഹിച്ചേ പറ്റൂ.